ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെനർമക്ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത്, തൃശ്ശൂർ ഗഡ്യോളെ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഓട്ടോ എക്സ്പോ 2023 തൃശ്ശൂരിൽ നടക്കുന്ന ഓട്ടോ എക്സ്പോയിലാണ്. വർക്ക്ഷോപ്പ് അസോസിയേഷൻ നടത്തുന്ന ഒരു എക്സ്പോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാളിലെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്യുമിൻസിൻ്റെ സ്റ്റാളിലാണ് കേട്ടോ, എൻജിൻ്റെ. ഇതൊന്ന് കമ്മിൻസിൻ്റെ BS6 വെഹിക്കിളാണ്. BS6 എന്ന് പറയുന്നത് യൂറോ നോംസ് BS4 BS6 മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്. ബേസ് ഓഫ് ദി എഞ്ചിൻ സെയിം ആണ്. ഇതിൻ്റെ കൂടെ അഡീഷണൽ ATS സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ATS സിസ്റ്റം എന്ന് പറയുന്നത് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ എന്തോന്ന് കൺട്രോൾ ചെയ്യുന്ന ഈ സിസ്റ്റത്തിൽ നോക്സ് ആൻഡ് പർട്ടിക്കുലർ മാറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ നോക്സ് NOx എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് പാർട്സ് ആണ്. അത് ഒന്ന് ക്രിയേറ്റ് ക്യാൻസറാണ്, മനസ്സിലായി. അതിനെ നമ്മളൊരു ലിമിറ്റിലൊന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈ ATS സിസ്റ്റത്തിലാണ്. ATS സിസ്റ്റത്തിൽ DOC, DPF ആൻഡ് SCR സിസ്റ്റം ഇരിക്കും. ഇത് മൂന്ന് കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ എന്തോന്നാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഡഫ് യൂസ് ചെയ്യുന്നുണ്ട്. ഡഫിനുള്ള ഡീസൽ DEF എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ, യൂറിയ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ യൂറിയ സൊല്യൂഷനാണ് നമ്മൾ നോക്സിനെ കൺവേർട്ട് ചെയ്ത് വാട്ടർ വേപ്പറായിട്ട് വെളിയിൽ വിടുന്നത്, മനസ്സിലായി. അപ്പോൾ ഇതാണ് ഇപ്പം മെയിനായിട്ടുള്ള സിസ്റ്റത്തിൽ വരുന്നത്. ഇത് എങ്ങനെയാണ് കൺട്രോൾ ആകുന്നത്? ഇതിൻ്റെ ടെമ്പറേച്ചറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഈ ടെമ്പറേച്ചറിനെ ഇപ്പം നോക്സ് എന്ത് നടക്കുമെന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസസ്, നോക്സ് ഇൻക്രീസ് ആവും. പർട്ടിക്കുലർ മാറ്റേഴ്സ് കുറയും. അപ്പം പർട്ടിക്കുലർ മാറ്റേഴ്സിനെ ഫിൽറ്റർ ചെയ്തിട്ട് നോക്സിനെ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് അവിടെ ഈ ഡഫ് സൊല്യൂഷൻസ്, യൂറിയ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് വാട്ടർ ആൻഡ് നൈട്രജനായിട്ട് നമ്മളൊന്ന് അറ്റ്മോസ്ഫിയറിൽ വിടും. അതിലൂടെ സ്മോക്ക് വരും, എക്സോസ്റ്റ് ഗ്യാസ് വരും. ഇത് ആദ്യത്തെ ഫിൽട്രേഷൻ ഇവിടെ. DOC ഇത് മറ്റേ കാറ്റലിക് കൺവേർട്ടർ അല്ലേ? അതെ. ഇത് DPF പർട്ടിക്കുലർ മാറ്റേഴ്സിനെ ഇവിടെ കളക്ട് ചെയ്യും. ദെൻ SCR സിസ്റ്റത്തിൽ ഇത് കളക്ട് ചെയ്തിട്ട് ഇത് കടത്തി വിടുമ്പോഴത്തേക്ക് കുറച്ച് ഇത് കുറയും. പർട്ടിക്കുലർ മാറ്റർ മാഗ്നൈസ്, കാർബൺ മോണോക്സൈഡ് കാർബണ് കൺട്രോൾ ചെയ്യും. നമുക്കൊന്ന് എക്സോസ്റ്റ് ഗ്യാസിലൊന്ന് പർട്ടിക്കുലർ മാറ്റേഴ്സ് കാർബൺ എല്ലാം പോകാൻ പാടില്ല, അതിനെ ഇവിടെ കളക്ട് ചെയ്യും. അതിൻ്റെ പിന്നീട് പോകുന്ന ഗ്യാസിലൊന്ന് നോക്സിനെ നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് വാട്ടർ H2O ആൻഡ് നൈട്രജൻ ആയിട്ട് വെളിയിൽ അതിന് കൊടുത്തിട്ടുള്ള അതിനാണ് മെയിൻ ഈ സിസ്റ്റം അല്ലേ, ഡഫ് സിസ്റ്റം. ഡഫ് സിസ്റ്റത്തിൽ നമ്മൾ അഡീഷണൽ അതിലേക്ക് ലിക്വിഡ് ഫോർമാറ്റിൽ യൂറിയാസ് കൊടുക്കും, ലിക്വിഡ് ഫോർമാറ്റിൽ. അപ്പൊ ഇത് ആയി വരുമ്പോൾ ഇത് യൂറോ ഭാരത് 6 സ്റ്റേജ് അല്ലേ? 6ലും OBD1 OBD2 ഉണ്ട്. OBD2 കുറച്ചുകൂടെ അഡ്വാൻസ്. OBD2 മെയിൻ എന്താ വെച്ചാൽ ഗവൺമെന്റ് ഫീൽഡിലും റാൻഡം വെഹിക്കിൾ എടുത്ത് ചെക്ക് ചെയ്യും. അപ്പോൾ അത് മീറ്റ് ആവും. അതാണ് നമ്മൾ ഒരു 2 മന്ത് ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിൻ്റെ OBD2 സ്റ്റാർട്ട് ചെയ്യും. അല്ലാതെ ഈ എഞ്ചിൻ BS4 സെയിം എഞ്ചിൻ അല്ലേ? അതിലത്തെ എക്സോസ്റ്റ് കൺട്രോളിന് എമിഷൻ സിസ്റ്റം മാത്രം വ്യത്യാസം വരുത്തി ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. കമ്മിൻസിലെ അതിൽ വെറും കാറ്റലിക് കൺവേർട്ടർ മാത്രം ഉള്ളതുണ്ടല്ലേ? കാറ്റലിക് കൺവേർട്ടർ എന്തോന്നാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിയാക്ഷൻ ആക്ട് ചെയ്യാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. എൻജിൻ സെയിം ആണോ? രണ്ടും സെയിം ആണ്. നമുക്ക് വേറെ മോഡൽ 5.6 ഉണ്ട്. ഇത് 6.7 എഞ്ചിനാണ്, ഹെവി എഞ്ചിനാണ്, വലിയ ട്രക്കിനെല്ലാം വരുന്നത്. പിന്നെ 5.6 എഞ്ചിനുണ്ട്, ബസ്സിനെല്ലാം യൂസ് ചെയ്യുന്നത്. ഇത് ട്രക്കിന്റെ അല്ലേ? ഇത് ട്രക്കിന്റെ. ഇത് 5.6. ഇത് 5.9 ആണ്. അത് BS4 5.9 ആണ്. All heavy vehicle is fitted with Cummins engine. ഇതിൽ ബോത്ത് ഇതുകൊണ്ട് BS 5.6 ഉണ്ട്, 6.7 എഞ്ചിൻ ഉണ്ട്. ടിപ്പർ, ട്രാക്ടർ, ട്രെയിലർ, എവറിത്തിങ് ഈസ് ഫിറ്റഡ് ബൈ Cummins engine.
And ATA system, Ashok Leyland having the ATA system. We are supplying for ATA system, Ashok Leyland, in BS6 vehicle. In Eicher BS3 vehicle having Cummins engine, Tara 25. In a AMW category. AMW category. AMW is 100% Cummins engine up to BS3. BS4 they are not there. Then Corona എന്ന് പറഞ്ഞ് കർണാടകയിൽ ബസ് ഓടുന്നുണ്ട്, കൊറോണ ബസ്. അവർ എല്ലാ പാർട്സും വാങ്ങിച്ച് അസംബിൾ ചെയ്യുന്നുണ്ട്. അത് 100% Cummins engine ആണ്. ബെൻസ് Barnevens now we are going to supply. Unit ആണ്. ഡോസർ. BS6 ആണ് സെപ്പറേറ്റ്. ഇത് ഫുൾ ഈസി കൺട്രോളാ. ഇത് എപ്പോൾ സ്പ്രേ ചെയ്യണം കാര്യങ്ങളൊക്കെ. ഇത് ഇഞ്ചക്ടർ വെച്ചിട്ട് തന്നെയല്ലേ? ഇഞ്ചക്ടർ. അതെ. എത്ര സ്പ്രേ ചെയ്യണം, എത്ര പ്രഷർ, എത്ര ടൈം, എത്ര പ്രഷർ ഒക്കെ എല്ലാമേ ഇഞ്ചക്ടർ എല്ലാമേ അങ്ങനെ തന്നെ ഈസി കൺട്രോൾ. അതിന്റെ ടൈം കൺട്രോൾ ചെയ്യും. ടൈം കൺട്രോൾ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കൺട്രോൾ ആവും. പ്രഷർ ഈസ് സെയിം. പക്ഷെ മറ്റേ സ്പീഡൊന്നും കൊടുക്കില്ല. പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ